ഇന്നാൾ കണ്ണു ഡോക്ടറെ അടുത്ത് ഡോക്ടർ ചോദിക്കുക അവര് സെൽഫി എടുക്കട്ടെ. സ്റ്റാഫുമാരും ഒക്കെ കൂടിയിട്ട് 2-3 ആളാണ്. ആരാധനക്കൊണ്ട് വയ്യാണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതാണോ? അതതിന് മുന്നേ ഇതുപോലെ ഷീറ്റമ്മയ്ക്ക് വീണപ്പോ പേടിച്ച് ഉണ്ടായതാ. അപ്പൊ നമ്മൾ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ശരിക്കും അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഇത് വൈറലാവുന്നു? ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മള് ചെയ്തു. അനീതി ഇത്രയും നന്നാക്കി ചേട്ടനെ ഇതേപോലെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതിൽ അനീതിയുടെ പങ്ക് എന്താണ്? അനിയത്തിക്ക് പങ്കൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നന്നായി. രച്ചുവാണ് ഇതുപോലെ രച്ചുവാണ് എല്ലാത്തിന്റെ ഐശ്വര്യം. നിങ്ങളുടെ കല്യാണം ഇപ്പൊ ഏത് ഇയറിലാണ് കഴിഞ്ഞത്? 2019. അപ്പൊ 2020. ഈ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടത് എന്ത് ക്വാളിറ്റിയാണ്? എന്താണ് ക്വാളിറ്റി? എന്റെ 5ാമത്തെ അങ്ങനത്തെ പെണ്ണാണ് പറഞ്ഞു. വിഷ്ണുവിന്റെ 19 കഴിഞ്ഞ് 20ാമത്തെ അന്ന് ഞാൻ എന്നെ കണ്ട തന്നെ 3 അന്നത്തെ ദിവസം 3ാമത്തെ പെണ്ണുകാണുള്ളതാണ്. എന്റെ ദൈവമേ. ഇപ്പൊ ഈ വീഡിയോയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പൊ അമ്മമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് നല്ല പേടിയായിരുന്നു. എന്തിനാ പേടി? നമ്മുടെ ആൾക്കാരൊക്കെ കാണുമ്പോ ഈ വയസ്സായ ആള് ഈ വയസ്സായ കാണുമ്പോ എന്തൊക്കെയാ തോന്നുക, അങ്ങനെയുള്ളൊരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633888575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇത് ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ അതാ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു ഉഗ്രൻ ടീമുണ്ട്. നമ്മുടെ രചനയെയും വിഷ്ണുരാജിനെയും എല്ലാവർക്കും അറിയാം. അവരുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇപ്പൊ എന്തായാലും ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാമിലൊക്കെ പോയി തകർത്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല ടെൻഷനായിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ TV പ്രോഗ്രാമാണ്. അപ്പോ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏഷ്യാനെറ്റിലൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പണ്ട് നമ്മൾ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടോണ്ടിരുന്ന പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോ ആ ഒരു ടെൻഷനും എല്ലാരും പെട്ടെന്ന് കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കൂടെ ഒരുമിച്ച് ഉള്ളില് അവിടെ എത്തി എല്ലാവരുടെ അടുത്ത് സംസാരിച്ചപ്പോ നമ്മള് അവിടെ എത്തി ആ ഒരു ടൈം നല്ല ടെൻഷനും ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. ആദ്യത്തെ പ്രോഗ്രാം TV പ്രോഗ്രാം. രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ്. തകർക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് മൊമെന്റിലേക്ക് എത്തിയത്? ആദ്യം ഈ പ്ലാൻ കൊണ്ടുവന്നത്? ഞാൻ ആദ്യം ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ചെയ്ത് വെറുതെ ഫോണിലൊക്കെ വെച്ച് അങ്ങനെയായിരുന്നു കല്യാണത്തിന് മുന്നേ. കല്യാണത്തിന് ശേഷമാണ് പിന്നെ അത് ചേട്ടൻ കണ്ടിട്ട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, നമ്മൾ തന്നെ കാണാം, നമ്മൾ തന്നെ സന്തോഷിക്കുക, അങ്ങനെയായിരുന്നു. ഒരു ആ സമയത്തൊക്കെ അങ്ങനെ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നപ്പോഴാണ് ആ കോൺഫിഡൻസ് കിട്ടിയത്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അതൊക്കെ പബ്ലിഷ് ചെയ്ത് ആ ഒരു ചാനൽ തുടങ്ങാന്നുള്ള ഇതില് പറഞ്ഞത്. ആദ്യം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായി വന്നപ്പോ വിഷ്ണു പറഞ്ഞപ്പോ ഒരു ധൈര്യം കിട്ടി. ഓക്കെ, നല്ലതാണ്, എന്നാ പിന്നെ അങ്ങനെ ഇട്ടേക്കാം. ഫസ്റ്റ് റീച്ച് ആയത് ഏത് വീഡിയോ ആയിരുന്നു? ഫസ്റ്റ് ഞാൻ ഒരു ചക്ക പൊട്ടിക്കണ ഒരു മോഷ്ടിക്കണ ഒരു ഇതുണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ഞങ്ങളുടെ 1 മില്യൺ. അതിനുശേഷം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കോമഡി വീഡിയോസ് ആയി തുടങ്ങി. ആദ്യം ഞങ്ങൾ ഡാൻസ് മാത്രമായിരുന്നു, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതില്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കോമഡി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ റീച്ച് തോന്നി. അപ്പൊ പിന്നെ അതിലേക്ക് കടന്നു. ഒരു സമയം കഴിഞ്ഞൊരു ഒരേ സ്റ്റെപ്പായി തന്നെ മാറിക്കൊണ്ടിരിക്കുക, ഒരു ലിമിറ്റേഷൻ വന്നു തുടങ്ങി. അതെ അതെ. അപ്പൊ പിന്നെ നമ്മൾ എന്നിട്ട് പതുക്കെ കോമഡിയിലോട്ട് ഫാമിലിയിലത്തെ എല്ലാരും പതുക്കെ ഞാനല്ല
അപ്പൊ രച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ വേറൊരു രീതിയിൽ ഒരു മാറ്റം ഉണ്ടായത്. മൊത്തത്തിൽ മാറാൻ തുടങ്ങിയത് രച്ചു വന്ന ശേഷമാണ്. അതെ, എല്ലാ രച്ചുവിന്റെ വരവോട് കൂടിയിട്ട്. പണ്ട് എല്ലാരും പറയും ഒരു പ്രായം കഴിഞ്ഞ അമ്മമ്മമാരൊക്കെ വീടിന്റെ ഒരു സൈഡിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്മമ്മനെ തന്നെ വിളിച്ചോണ്ട് ട്രെൻഡ്. അമ്മമ്മ ഇപ്പൊ ട്രെൻഡായി, വൻ ആരാധകരാ. അമ്മമ്മ നമ്മുടെ തൊട്ടടുത്തിരിപ്പോ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ 2-3 വീഡിയോയിൽ കാണാണ്ടായി കഴിഞ്ഞൊക്കെ ചോദിക്കും, കമന്റിലൊക്കെ ചോദിക്കും അമ്മൂമ്മ എവിടെ, അല്ലെങ്കിൽ അമ്മൂമ്മനെ പുറത്തൊക്കെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ കാണാണ്ടാവും. അമ്മമ്മേനെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അല്ല അമ്മമ്മേനെ ഫസ്റ്റ് വീഡിയോയിലേക്ക് വിളിച്ചതാരാ? അമ്മൂമ്മ ഞാനാ വിളിച്ചത്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ചക്ക പൊട്ടിക്കണ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഒരാള് വേറെ എന്നുള്ള രീതിയിൽ അന്ന് അമ്മമ്മനെ കുറെ നിർബന്ധിച്ചു. അപ്പൊ അമ്മമ്മക്ക് അറിയില്ല ഇതെന്താ, ഇതിപ്പോ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ കാണും ഒന്നും അറിയില്ല, വെറുതെ ഷൂട്ട് അത് മാത്രം അറിയുള്ളൂ. എന്നിട്ട് അമ്മമ്മനെ വിളിച്ചതാണ്. അപ്പൊ അമ്മമ്മ സാധാരണ പറയണ പോലെ ചെയ്തു. ഒരു ഡയലോഗ് പറഞ്ഞപ്പോ ആ ഡയലോഗ് എടുക്കണം. കുറച്ച് ടേക്ക് പോയാൽ പിന്നെ തീർന്നു. ആദ്യത്തെ ഒരു 1-2 ടേക്കില് കറക്റ്റ് ആയിട്ട് അമ്മമ്മ എടുക്കും. അത് വലിയ വലിയ നടന്മാരെ പോലെ അധികം ടേക്കൊക്കെ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓക്കെ ഒരു മയത്തില് കൊച്ചു കുട്ടികളെ കൊണ്ടുപോകണല്ലേ നമ്മടാ. അങ്ങനെയാണ് അമ്മമ്മ ഫസ്റ്റ് വീഡിയോയിലേക്ക് വന്നത്. അങ്ങനെ അമ്മ വന്നു. പിന്നെ എങ്ങനെ ചേച്ചിയൊക്കെ വന്നു? എങ്ങനെ? ചേച്ചി എന്റെ അനിയത്തി. രണ്ടുപേർക്ക് ചൂസ് ചെയ്യാം. അല്ല, സിസ്റ്റർ മുന്നേ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ചേച്ചി ഇടയ്ക്ക് സപ്പോർട്ടിങ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്യാരക്ടർ മാറ്റി ഞങ്ങൾ ഓരോ ഇതിലും ഇപ്പൊ ഞാനും ചേട്ടനാണെങ്കിൽ പിന്നെ അടുത്ത് ഞാൻ അമ്മൂമ്മയൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ ചേച്ചിക്ക് പിന്നെ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ല. ഇത്രയും സപ്പോർട്ടുള്ള ഒരു ഫാമിലി. അപ്പൊ പിന്നെ ചേച്ചി ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കും എല്ലാത്തിനും. അപ്പൊ ചേച്ചിയും കൂടെ കൂടെ. ഇനി ഈ വീട്ടിൽ ആരാ വരാൻ ബാക്കിയുള്ള? ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട്, ഇടയ്ക്കൊക്കെ വന്ന് പോയിട്ടുണ്ട്. അച്ഛനുണ്ട്. അച്ഛൻ 1-2 വീടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ പാലക്കാടാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അച്ഛൻ അവിടെ പോയിട്ട് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കും അല്ലേ? അച്ഛനും ഭയങ്കര ഹാപ്പിയാണോ? അച്ഛനും ഹാപ്പിയാണ്. അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഞങ്ങക്ക് ഫ്രൂട്ട്സിന്റെ ഒക്കെ. അപ്പൊ എന്തെങ്കിലും കടയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഷോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വേണമെങ്കിൽ നമ്മള് നേരെ പാലക്കാട്ടേക്ക് പോകും. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ശരിക്കും പറഞ്ഞപ്പോ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഇതുപോലെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? ഞാൻ പണ്ട് ഡാൻസ് കളിക്കാനൊക്കെ വേണ്ടി, പക്ഷെ ഇപ്പൊ അതായിട്ട് യാതൊരു പണ്ട് എപ്പോഴും ഒരു ഡാൻസ്. എപ്പോഴാ ഡാൻസ് കളിച്ചേക്കുന്നത്? ഏത് ടൈമിലാ? അതൊരു ഇതൊക്കെ അറിയുന്നുണ്ടോ? അമ്മ പറഞ്ഞിട്ടുണ്ട്. പണ്ട് എഞ്ചിനീയറിംഗ് കോളേജില് 2nd or 3rd സെമ്മില് പഠിക്കുമ്പോക്കെ അവിടെ ഡാൻസ്. ഏത് പാട്ടായിരുന്നു ഓർമ്മയുണ്ടോ? അമ്മ സപ്പോർട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡാൻസ് പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ അതോടുകൂടി അതോടുകൂടെ നിർത്തിയതാണ്. പിന്നെ ഇപ്പൊ ഈ ഏഷ്യാനെറ്റിന്റെ ആ ഫ്ലോറിൽ 2 സ്റ്റെപ്പ് അവര് ഡോന്ന് ചോദിച്ചപ്പോ പഴയ അതിന് സാബുവേട്ടൻ എന്നെ ശരിക്കും കമന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് സാബുവേട്ടൻ ഒന്ന് സമാധാനമായിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്ലാനേ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കിലേക്ക് പോയായിരുന്നു. കല്യാണം കഴിഞ്ഞു. പിന്നെയാണ് രണ്ടാമത്തെ എൻട്രി വരുന്നത്. ഇപ്പൊ ശരിക്കും രണ്ടുപേരും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ മറ്റേ പ്രൊമോഷനൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ നല്ല റീച്ചിലേക്ക് എത്തിയിരുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യും ഞങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പ്രൊമോഷൻസ് നമ്മൾ ചെയ്യാറില്ല. അത് നമ്മുടെ തീരുമാനമാണ്. ഇതുവരെയായിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ സമാധാനത്തിലൊരു സൈഡിൽ പോയാൽ അടിപൊളി. അപ്പൊ എന്തായാലും ഇനി എന്താണ് അടുത്ത അപ്ഡേഷൻ? എന്താണ് ഇനി അടുത്ത പ്ലാൻ? എന്താണ് ഇപ്പൊ ഈ വന്നൊന്നും നമ്മുടെ പ്ലാനിൽ അതിലും നമ്മൾ വിചാരിക്കാത്ത പറ്റില്ല. അപ്പൊക്കെ തനിയെ ശരിക്കും ഏറ്റവും വലിയൊരു സംഭവം ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് നിങ്ങൾ പറഞ്ഞതാണ്. ശരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ആരാണ്? ചേട്ടനോ അനിയത്തിയാണോ? ഇത് എന്തൊക്കെ സംഭവം? കല്യാണം കഴിഞ്ഞാണോ? ഒരുപാട് ഫാൻസ്. രണ്ടുപേർക്കും ഇപ്പൊ ഭയങ്കര ഫാൻസ് ഉണ്ട്. അമ്മൂമ്മയ്ക്കും കൂടി ചേർത്ത് എല്ലാവർക്കും ഇപ്പൊ ഈ ഫാമിലിക്ക് മൊത്തം ഒരുപാട് ഫാൻസ് ഉണ്ട്.
പക്ഷെ കുറെ പേര് അറിഞ്ഞത് ഈ തൊട്ടടുത്താണ് ഒരു ഇന്റർവ്യൂ കൂടി പറഞ്ഞത് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ടും നമ്മള് പിന്നെയും ചോദിക്കാനുണ്ട് കല്യാണം കഴിഞ്ഞതാണോ ശരിക്കും ചോദിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ചിലർ ചോദിക്കും ആ ഇന്റർവ്യൂവിന് കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞതെന്നൊക്കെ. അതുവരെ ചേട്ടനാണ്, എന്റെ ചേട്ടൻ സഹോദരനാണ്. വിഷ്ണുവിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇതേപോലെ നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ആ ഇന്റർവ്യൂവിലാണ് കണ്ട് മനസ്സിലായത്. അതുവരെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. നമ്മള് കമന്റിലൊക്കെ വരുമ്പോ അത് നമ്മളിപ്പോ ഇതിലും കൂടി തീരുമാനമായി കൊടുക്കും കല്യാണം കഴിഞ്ഞതാ അല്ല. പിന്നെ ഇപ്പൊ ആൾക്കാർ പുറത്തൊക്കെ വെച്ച് കാണുമ്പോ ഒന്ന് വർത്താനം പറയില്ല, അഭിപ്രായം പറയലൊക്കെ ഇല്ലേ? സെൽഫി എടുക്കാറുണ്ടോ? ഫസ്റ്റ് നിങ്ങളുടെ കൂടെ ഒരു ഫാൻസ് ഒന്നും സെൽഫി എടുത്തത് എപ്പോഴാ ഓർമ്മയുണ്ടോ? എന്റെ അടുത്തായിരുന്നു അത്. തൃശ്ശൂരിൽ അവിടെ എക്സിബിഷന് പോയപ്പോഴോ അങ്ങനെ എന്തായിരുന്നു ഒരു ചേച്ചി ആ ചേച്ചി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേ പറഞ്ഞു. അപ്പൊ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. എനിക്ക് അന്ന് ഭയങ്കര സന്തോഷമായി. എന്നുവെച്ചാൽ ആൾക്കാർ കാണുന്നുണ്ട്, അങ്ങനെ നമ്മളെ കാണുമ്പോ നോക്കുന്നുണ്ടെന്ന് വെച്ചാലും ഇങ്ങോട്ട് വന്ന ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഫോട്ടോ എടുത്ത് പോയിട്ട് ആ ചേച്ചിനേക്കാ സന്തോഷം എനിക്കായിരുന്നു. ഞാൻ എന്നിട്ട് ചേട്ടന്റെ അടുത്തോണ്ട് എന്റെ ഫോട്ടോ എടുത്തു. ചേട്ടൻ അപ്പൊ അന്നാണ് വിഷ്ണുവിന്റെ കൂടെ സെൽഫി എടുത്തത് ഫസ്റ്റ് എടുത്തതെന്നാ? അത് ഞാന് രച്ചുവിന്റെ ഒപ്പം പോകുമ്പോഴാണ് എന്നെ അറിയുന്നത്. അപ്പൊ അങ്ങനെ രച്ചുവിന്റെ ഒപ്പം പോയ ഒരു അവസരത്തില് ഒരു ചേട്ടൻ പുറത്ത് വെച്ച് അങ്ങനെ നമ്മള് വീട്ടിലിട്ട് അതേ ഡ്രസ്സൊക്കെ എടുത്തിട്ടാവും ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ശരി രച്ചുവിനെയാണ് എല്ലാരും ഫോട്ടോ എടുക്കാറ്. അപ്പൊ ആ ചേട്ടനും കൂടെ വന്ന് അതുകൊണ്ടാവും ചില. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ ഏഷ്യാന്റെ പ്രോഗ്രാം പിന്നിലായിരുന്നല്ലോ. ഓക്കെ, ഇനിയിപ്പോ കണ്ടോ, ഇനിയിപ്പോ വഴിയിൽ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂസ് എല്ലാം ഇറങ്ങാൻ പോവില്ലേ? ഇനിയിപ്പോ എല്ലാരും കണ്ട് തിരിച്ചറിഞ്ഞു വരുന്ന ഒരു സമയത്ത് ശരിക്കും പറയുമ്പോ മൊത്തത്തിൽ എല്ലാം മാറ്റി വെച്ച് ചെയ്യാം. അപ്പൊ ഭയങ്കര ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി, ഭയങ്കര ഹാപ്പിയാ. അല്ല എല്ലാവരും വരും. ഇപ്പൊ വീട്ടിലാണെങ്കിലും എല്ലാരും ആ ഒരു കാര്യത്തില് ഇപ്പൊ ഇവിടത്തുള്ള ആൾക്കാരൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ആ വീഡിയോ കണ്ടു, അത് നന്നായി ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് കാലത്ത് തന്നെ കടയ്ക്ക് പോയപ്പോ ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടു, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ. ശരിക്കും ഇപ്പൊ രച്ചുവിനെ എന്തായിരുന്നു, ആരാവാനായിരുന്നു ചോദിക്കല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? എനിക്ക് അത് ഓരോ ടൈമിലും ഓരോ ആഗ്രഹങ്ങളായിരുന്നു. ആദ്യം ടീച്ചർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞ് അത് സ്കൂളിലൊക്കെ കോളേജിൽ പോയി പഠിച്ചു തുടങ്ങിയപ്പോ അത് നമ്മൾ കോളേജ് എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിച്ച ഒരു വിഷയമല്ല എടുത്തത്, പോളിടെക്നിക് ആയിരുന്നു. അപ്പോ ചെന്ന് നമുക്ക് കിട്ടിയത് തന്നെ ഇലക്ട്രോണിക്സ് പരിപാടിക്കായിരുന്നു. എന്താന്നേ അറിയില്ല, ഒന്നും ഇപ്പോഴും അറിയില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയില്ല. അപ്പോ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല, ഇത് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ബിടെക്കിന് പോവാം എന്നുള്ളൊരു മൈൻഡൊക്കെ ആയപ്പോഴേക്കാണ് പിന്നെ കല്യാണം ആയത്. ബിടെക്കിന് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, കുറച്ചാളും കൂടെ നിൽക്കാനൊരു കോളേജ് ലൈഫ് കുറച്ചും കൂടെ. പിന്നെ അപ്പൊ ഞാൻ വെച്ചാൽ അതോടുകൂടെ കഴിഞ്ഞ് പഠിക്കണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ PSC, ചേട്ടൻ PSC നേരെ കൊണ്ട് ചേർത്ത് കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും PSC പഠിക്കാൻ വേണ്ടി പിന്നെ അതിലായിരുന്നു. അത് പഠിച്ച് കുറെ പഠിക്കാന്ന് മാത്രമല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇനി എന്താണ് ആഗ്രഹം? ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ സിനിമയിലേക്കൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടോ? രണ്ടുപേർക്കും കാര്യം ചോദിച്ചതാ. സിനിമയിലേക്ക് ഒരു അവസരം കിട്ടി വിളിച്ചാ പോവും? എനിക്ക് ഇങ്ങനെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ കൂടുതലാണ്. രചന അങ്ങനെ ആഗ്രഹമുണ്ടോ സിനിമയിലൊക്കെ ഒരു അവസരം? അത് ടെൻഷനാണ്, പക്ഷേ വന്നാ ചെയ്യും. അതല്ല, വിഷ്ണുവിന് എന്തായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളും എനിക്ക് ഒരു ഇന്നൊരു ആളാവണം എന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചു. ഒരു അപ്പ വീട്ടിൽ അത് പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ അത് ബിടെക്കിന് പോയി.
പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ PSC പഠിക്കാൻ കുറച്ച് പോയി. കുറച്ച് സ്ഥലത്ത് ഈ സൂപ്പർവൈസറായി നിന്നു. ഈ ബിടെക്കായി ബന്ധപ്പെട്ട് 2-3 കമ്പനിയിൽ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊന്നും പറ്റാണ്ട് അച്ഛൻ്റെ ഒപ്പം, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒപ്പം തന്നെ കൂടി. അവിടുത്തെ കാര്യങ്ങളും സെറ്റപ്പൊക്കെ മനസ്സിലായപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള തന്നെ നല്ലതെന്ന് തോന്നി. അപ്പം അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിൽ നിന്നു, ഫ്രൂട്ട്സിൻ്റെ. അത് അങ്ങനെ നിന്നിട്ടാണ് രച്ചുവിനെ ടൈമിലാണ്. അതെ, പിന്നെ മാറി 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 ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ? പഠിക്കാൻ ഇതൊക്കെ കാണുന്നത് നിങ്ങളുടെ ടീച്ചർമാരുടെ ഇടയിൽ ഒന്ന് കമന്റ് ഇടും, കൂടെ പഠിച്ചവരും ഓർത്ത് പറയണം. 10 വരെ ഞാൻ സൂപ്പർ ആയിരുന്നു. 10 കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ആവറേജ് ആയിരുന്നു. A+ ഒക്കെ ഉണ്ടായിരുന്നു 10ലൊക്കെ എല്ലാത്തിലും. 8A+. സത്യം പറ, ഓർമ്മ കൂടി കുറയൂ. വിഷ്ണു എനിക്ക് 2-3 A+ ഉണ്ടായിരുന്നുള്ളൂ. അമ്മമ്മക്ക് പറയണ്ട, അമ്മ ആണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിട്ടാ. സത്യത്തിൽ അതെന്നെ ഓർമ്മയില്ല. അപ്പൊ 5A+. എന്നാ ശരി, 5A+ അമ്മ പറഞ്ഞല്ലേ. പിന്നെ ബിയും പിന്നൊക്കെ 5A+ഉം ബാക്കിയല്ലേ ബി കിട്ടിയിട്ടില്ല. കിട്ടില്ല. അമ്മ അവനെ പഠിപ്പിച്ച് ഞാൻ വിട്ടിട്ട്. അത് കഴിഞ്ഞപ്പോ +2ലും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 70% ഒക്കെ. പിന്നെ ബിടെക് എത്തിയപ്പോ ഒരു 10-20 സപ്ലിയോളം ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം തരണം ചെയ്ത് ഇവിടെ എത്തി അല്ലേ. ഓക്കെ, അടിപൊളി. ഞാൻ നിങ്ങളുടെ കല്യാണം ഇപ്പൊ ഏത് ഇയറിലാണ് കഴിഞ്ഞത്? ഇതമ്മ പറഞ്ഞു കൊടുക്കുന്നത് കിട്ടിയിട്ടൂടെ. 2019 അപ്പൊ 2020 ഓർമ്മിക്കാമോ? അമ്മ ഓർമ്മിക്കാമോ? 21 എല്ലാരും അമ്മ ഓക്കെ അല്ലേ? എല്ലാ ചേച്ചി ഓക്കെല്ല? ഇന്നിവിടെ ഇന്റർവ്യൂ 2021 എന്ന് വെച്ചാലേ എല്ലാം സംഭവിച്ചു പോയി, ടെൻഷൻ കൂടെ എല്ലാം മറന്നു. 21-ലാണല്ലേ? ഓക്കെ. ഇല്ല, ഇനി അതിൽ തന്നെ നിൽക്കണം, അതിൽ തന്നെ പിടിച്ചു തരട്ടെ. ലക്ഷ്യന്റെ ബർത്ത്ഡേ എന്നാ? April 6. ആണോ? ഇത് പിന്നെ ഇവിടുത്തെ ഉറപ്പായിട്ട് അറിയാലോ. പറഞ്ഞേന്ന് പറഞ്ഞേ. ഈശ്വര, ജൂൺ 20. ജൂൺ 17. ജൂൺ 17. അമ്മ കോപ്പിയൊക്കെ എഴുതി 17. ജൂൺ 17. ഓക്കെ. ഓർമ്മക്കുറവാർക്കെങ്കിലും ഇതില് ആർക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മറന്നു പോകുന്ന ആരാ? ആണോ? വിഷ്ണു അത്യാവശ്യം എനിക്ക് ക്യാമറ ഓൺ ആക്കി അമ്മമ്മ അതെല്ലാരും മറക്കുന്നു. എന്റെ എത്ര ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇരിക്കണം നോക്കി. 2021-ലായിരുന്നു എന്റെ കല്യാണം. പെണ്ണ് കാണാൻ വന്നപ്പോ ഫസ്റ്റ് അപ്പോഴാണല്ലോ കാണുന്നത് നേരിട്ട്. ഈ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടത് എന്ത് ക്വാളിറ്റിയാണ്? എന്താണ് ക്വാളിറ്റി? അങ്ങനെയല്ല, മുടിയൊക്കെ സെറ്റാക്കിട്ട് പറയൂ. അന്ന് എല്ലാരും കൂടെ എന്റെ 5ാമത്തെ അങ്ങാണ്ട് പെണ്ണാണല്ലായിരുന്നു. അപ്പൊ അമ്മ എല്ലാരും വിഷ്ണുവിന്റെയോ? എന്റെ 20. നടന്നിട്ടുണ്ട് കൊറേ. അപ്പൊ അമ്മ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു, അമ്മമ്മ ഇല്ല, ബാക്കി എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ചേട്ടൻ കാറിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ അനിയനായിരുന്നു ജനലൊക്കെ തുറന്നിട്ട് ഇറങ്ങിണ്ട്. എനിക്ക് ഈ സൂചന തന്നിരുന്നത് അവനാ. കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ വന്ന് അവിടെ ഇരുന്നു. എന്തോ എവിടെ പഠിച്ചേന്ന് എന്തോ ചോദിച്ചു. അച്ഛനും അമ്മ അടുത്ത ചോദ്യമില്ല. പിന്നെ അളിയൻ എന്താ പഠിക്കുന്ന അതും കാര്യങ്ങളൊക്കെ അപ്പൊ വേറൊന്നും ചോദിച്ചില്ല, എവിടെ പഠിക്ക അങ്ങനെ എന്തോ മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ എന്നെ നോക്കണില്ല, ഒന്നുമില്ല. ഞാനെന്ന് അല്ല, എനിക്ക് ടെൻഷനായി. എല്ലാരും മറ്റേത് കഴിഞ്ഞ മുന്നൊക്കെ പെണ്ണാണ് വന്നത്
ബ്രോക്കറും പിന്നെ ആളും അച്ഛനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കല്ല ആരൊക്കെ നോക്കണ്ടേ, എന്താ അവനൊരു ടെൻഷൻ. ചേട്ടനാന്ന് വെച്ചാൽ നോക്കണില്ല, ആളെ കാണണ്ടേ, താഴെ നോക്കിയിരിക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ നിന്നെ കണ്ടിണ്ടായിരുന്നു, ഞാൻ നോക്കാത്തപ്പോ നോക്കിന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഞാൻ പറയട്ടെ, അപ്പൊ അന്ന് മറ്റേ സാധാരണ ഒരു പരിപാടിയില്ലേ, എല്ലാരും മാറും, അവരും എന്തെങ്കിലും സംസാരിക്കട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ച് ഒക്കെ വയ്യാണ്ടായി 19 കഴിഞ്ഞ് 20ാമത്തെ കൊറേ സംസാരിച്ചു. അന്ന് ഞാൻ എന്നെ കണ്ടത് തന്നെ അന്നത്തെ ദിവസം 3ാമത്തെ പെണ്ണ് കാണലായിരുന്നു. എന്റെ ദൈവമേ. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ആരോടാണ് ആദ്യം പറഞ്ഞു വിട്ടത് എനിക്ക് ഓക്കെ ആണെന്ന്? അതെ, ഇവര് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് വീട്ടുകാർക്കൊക്കെ ഇഷ്ടായി. ഫാമിലി എല്ലാരെയും സംസാരിച്ചൊക്കെ വന്നപ്പോഴും ചേട്ടനെയും എന്നുവെച്ചാ ഞാനും ഒരു ചെറുത് ചേട്ടനും കാണാൻ അത്ര ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ആ സമയത്തും. അപ്പൊ എനിക്കൊരു മാച്ചാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു നല്ല കുഴപ്പമില്ല, അവരിനി എന്താന്ന് വെച്ചാൽ അവര് കേട്ടെ, നമ്മുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ ഇവര് വിളിച്ചു, ഓക്കെ പറഞ്ഞു, നമ്മൾ ഓക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ എന്താണ് ഇത്ര 19 പെണ്ണുകളിൽ 20ാമത്തെ അല്ലേ? അതെ. അപ്പൊ ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റി എന്തായിരുന്നു? ക്വാളിറ്റി കണ്ടപ്പോ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിൽ മനസ്സിലായി, നമ്മുടെ സങ്കല്പത്തിലെ കുട്ടി. അതെ, പിന്നെ ചെറിയൊരു കുട്ടി കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അല്ല, നമുക്ക് ഇഷ്ടായിന്ന് പറഞ്ഞാലും ചിലപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് അറിയിച്ചു. പിന്നെ അവരുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരുന്നു. ഇതിന് മുന്നും ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആവാതെ പോയിട്ടുണ്ട്. അത് കാരണം നമ്മൾ വലിയ പ്രതീക്ഷയിലൊന്നല്ല വിളിച്ചാലുള്ള കാരണം. നമ്മള് നമ്മുടെ അപ്പോഴും അതും കഴിഞ്ഞിട്ട് കുറെ സ്റ്റേജുകൾ ഉണ്ടല്ലോ. കാണാൻ വരില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അപ്പൊ അത് കഴിഞ്ഞ മുടങ്ങോന്നൊക്കെയുള്ള അപ്പൊ എല്ലാം കഴിഞ്ഞ് കല്യാണത്തിനാണ് ശരിക്കും എന്താ അമ്മേ അന്നാണ് അമ്മമാർ അന്ന് അവന് എന്റെ കുട്ടിക്ക് അന്ന് സമാധാനമായിരുന്നു. ഈ നമ്മളിപ്പോ ഈ ചെയ്യുന്ന കോണ്ടന്റുകള് ആരുടെ പ്ലാനില് വരുന്നത്? നിങ്ങളുടെ ആരുടെ പ്ലാനിൽ വരുന്നത്? ആദ്യമൊക്കെ നമ്മുടെ കസിൻസ് ഒക്കെ കൂടിയിരിക്കുമ്പോ അങ്ങനെയൊക്കെ ചിലത് കിട്ടും. ഇല്ലേ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കും. ആ പടക്കം പൊട്ടിയത്, ആ തേങ്ങ വീഴുമ്പോ പടക്കം പൊട്ടുന്ന സംഭവമില്ലേ, അത് കഴിഞ്ഞ വിഷുവിനാണോ? അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചാണോ? അത് മുന്നേ അങ്ങനെ ഉണ്ടായി. ഒരു തേങ്ങ വീണ ഇതുപോലെ അന്ന് വീണതാ. പക്ഷെ വീഡിയോയില് നമ്മള് അടുത്ത് വീണതായിട്ടാ കാണിച്ചത്. അതിന് മുന്നേ ഇതുപോലെ ഷീറ്റുമ്മയ്ക്ക് വീണപ്പോ പേടിച്ച് ഉണ്ടായതാ. അപ്പൊ നമ്മൾ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ശരിക്കും റീക്രിയേറ്റ് ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഇത് വൈറലാവുന്നു? ഒന്നുമില്ല, നമുക്കൊരു ദിവസത്തെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മള് ചെയ്തു എന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിങ്ങനെ റീച്ചായി പിന്നെ കുറെ പേര് നമുക്ക് ഇങ്ങനെ അയച്ചെന്നുകൊണ്ടിരുന്നു. അവിടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ആ വിഷുവിന്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ആയി പോകും. എത്രയോ മില്യൺ ഭയങ്കര റീച്ച് അല്ലേ അത്. അത് പല നമ്മളിവിടെ മാത്രമല്ല പല ഹിന്ദിക്കാരും വരെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹിന്ദിയും തമിഴിലൊക്കെ മെസ്സേജുകൾ അതിന് താഴെ വന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ ഐഡിയാസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ എല്ലാം പ്ലാൻ ചെയ്യുന്നത്? നമ്മള് നോക്കി ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കും. അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെ ചെയ്യായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചിലത് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് രച്ച് പറഞ്ഞു തരും. അത് പയ്യെ ഡെവലപ്പ് ആക്കും. നിങ്ങളുടെ രണ്ടുപേരും അല്ലാതെ ഇതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല, ഒരു പാനല് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നേ? അതാരാ വീട്ടിലെ? അത് വീട്ടിലെല്ലാരും ഉണ്ട്. ചേച്ചി, അളിയൻ, അമ്മ പിന്നെ ഇടയ്ക്ക് ഇപ്പൊ അവിടെയാ പാലക്കാടാ. അപ്പൊ അളിയനും ചേച്ചിയാണ് ചോദിക്കുക എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ. ഇതൊന്നും അറിയാതെ പാവം അമ്മാമ്മ ഒരു സൈഡില് എന്തൊക്കെയോ മറ്റേ കുട്ടികൾ കാണിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ എന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പണി, നമുക്ക് അമ്മാമ്മനെ ഒന്ന് വിളിച്ചാലോ? അമ്മാമ്മനെ വിളിച്ചിരുന്ന അമ്മമ്മേ, ഇപ്പൊ ഈ വീഡിയോയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പൊ അമ്മാമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്നത്?
മുമ്പ് എനിക്ക് നല്ല പേടിയായിരുന്നു. എന്തിനാ പേടി? പേടി എന്നെ ആരെങ്കിലും സിനിമയിൽ കൊണ്ടുപോയി അഭിനയിപ്പിച്ചു അതാണോ? അതല്ല, സത്യം പറയണം, അതാണോ? ആ സത്യം അതല്ല. അതല്ല, പേടിയല്ല. നമ്മുടെ ആൾക്കാരൊക്കെ കാണുമ്പോ ഈ വയസ്സായ ആള് ഈ വയസ്സായ അവരൊക്കെ കാണുമ്പോ എന്തൊക്കെയാ തോന്നുക, അങ്ങനെയുള്ളൊരു സിനിമയിലേക്ക് പോകണമെന്നു അങ്ങനെയുള്ളതൊന്നുമില്ല. ഇനിയിപ്പോ നാളെ ഒരാളും സിനിമയിലേക്ക് വിളിച്ചാൽ സിനിമയിലേക്ക് അങ്ങനത്തെ ആഗ്രഹം ഒരിക്കലും ഇല്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് അവര് വിളിക്കാം, അമ്മാമ്മ ഇന്ന് വാ, അമ്മാമ്മ സിനിമയിലേക്ക് വാങ്ങാതെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ പോകാതിരിക്കാൻ പറ്റില്ല. അമ്മാമ്മ പറഞ്ഞു നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ലെന്ന്. അമ്മാമ്മ അഭിനയിച്ച് വീഡിയോ അമ്മാമ്മ കണ്ടോ? കാണിച്ചു തരൂ. അപ്പൊ കണ്ടപ്പോ എന്താ തോന്നി? കണ്ടപ്പോ ഇഷ്ടം തോന്നി. പിന്നെ കാണുന്നവരൊക്കെ നന്നായിരിക്കും ഇനിയും ചെയ്തോ എന്ന് പറയുന്നു. അപ്പൊ സന്തോഷമായി. ഓക്കെ. അമ്മമ്മ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പഠിക്കുന്ന ടൈമിലോ, അമ്മമ്മ എവിടെ പഠിച്ചത്? അതും ഒരു സ്കൂളിലായിരുന്നു. പഠിക്കുന്ന ടൈമിൽ അമ്മമ്മ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? പാട്ടോ ഡാൻസ് അങ്ങനെയുള്ള പരിപാടി ഒന്നും ആ കാലത്ത് ഇങ്ങനത്തെ പരിപാടികളേ ഇല്ല. എവിടെയെങ്കിലും അമ്മമ്മ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മുടെ കുറെ ഉത്സവങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. കേൾക്കാൻ ഇഷ്ടമാണ്. അമ്മമ്മ തിയേറ്ററിൽ പണ്ട് പോയി സിനിമ കണ്ടിട്ടുണ്ട്. അവിടെ എന്റെ വീടിന്റെ അവിടെയും കണ്ടിട്ടുണ്ട്. അത് ഏതാണെന്നും പറയാറില്ല. നിറയെ സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് അച്ചാച്ചൻ ഫസ്റ്റ് കൊണ്ടുപോയത് സിനിമയ്ക്ക് വർഷമായില്ലേ? അത് അമ്മമ്മ ഒരു വണ്ടി നീ പുറത്ത് തന്നെ. ഇതൊക്കെ ഞാൻ എങ്ങനെ ഇവിടെ രണ്ടുപേര് കല്യാണം കഴിഞ്ഞ് വന്നു പോയി. അല്ല, അത് പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് 10-60 വർഷമായി. അപ്പൊ പിന്നെ നമുക്കത് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞെന്ന് ചോദിച്ചാ ചോദിക്കാം അങ്ങനത്തെ ടെൻഷനൊക്കെ. ഓക്കെ. ഇനി അമ്മമ്മ ഇനി ഇവരിപ്പോ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അടുത്തത് അമ്മാമ്മനെ വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പോകുന്നു. അമ്മമ്മ റെഡിയാണോ? അമ്മ കുട്ടികളെ നിർബന്ധിച്ചാ കളിക്കാതിരിക്കാൻ വയ്യെന്നൊക്കെ. ഡാൻസ് കളിക്കാൻ റെഡിയാണോ അമ്മമ്മ? ക്യാരക്ടറിനത് വേണമെങ്കിൽ എന്ത് ചെയ്യുമല്ലേ? അതെ. അമ്മമ്മ പറ, ഇവരുടെ അഭിനയത്തെ കുറിച്ച് അമ്മമ്മ പറഞ്ഞു. രണ്ടുപേരുടെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടോ മക്കളെ എങ്ങനെ ചെയ്യുന്നൊക്കെ? അങ്ങനെയൊന്നുമില്ല. അവര് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അവര് ചെയ്യുന്നത് കാണിച്ചു തരും. വിഷ്ണുവാണ് എപ്പോഴും അമ്മാമ്മയെന്നും പറഞ്ഞു വന്ന് അമ്മമ്മേനെ വിളിച്ചിട്ട് വിഷ്ണു പറയുമ്പോ അങ്ങോട്ട് ചിലപ്പോ പിന്നെ ഇത്തിരി ദേഷ്യം വരും. അപ്പൊ ഞാൻ ഇവളോട് പറയും ഈ പറഞ്ഞു തന്നാ മതി. എന്താ ചേട്ടൻ പറയണത്, അഭിനയിക്കാൻ പറയണത് എന്താന്ന് ചിലപ്പോ അമ്മൂമ്മക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിങ്ങനെ ചെറുതായി കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മ ചിലപ്പോ ഒരു ഇത് വരുവേ. അപ്പൊ അതിനേലധികം നമ്മള് പേടിക്കും. കൊച്ചു മനസ്സ് അമ്മൂമ്മേനെ പേടിപ്പിക്കുകയാണ്. 1-2 വട്ടമൊക്കെ പറഞ്ഞു തരുവാൻ. അത് ഡയലോഗ് മറക്കും അമ്മൂമ്മ. അത് ചിലപ്പോ വലിയ ഡയലോഗ് ഒക്കെ ആവുമ്പോ അമ്മൂമ്മ ഡയലോഗ് മറക്കും. അപ്പൊ ആദ്യത്തെ ഷോട്ട് കഴിയും, രണ്ടാമത്തെ ഷോട്ട്. അപ്പൊ ഇതെല്ലാന്ന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ മൂന്നാമത്തെ ഷോട്ട് ആകുമ്പോഴും ചിലപ്പോ അമ്മൂമ്മ ഇത് തെറ്റി പറയും. അപ്പൊ അമ്മമ്മ എന്നോട് പറയും, ഒന്ന് പറഞ്ഞു തരും അതെന്താവും പറഞ്ഞത്. അത്രയുള്ളൂ. അവരോട് ഞാൻ പറയും, നിറച്ച് അങ്ങനെയുള്ളതൊന്നും എന്നോട് ചോദിക്കണ്ട, എനിക്ക് കിട്ടില്ല. പറയാൻ പെട്ടെന്നൊക്കെ പറയണോ പറയുമ്പോ നമുക്ക് പറ്റില്ല. അപ്പൊ അവരോട് പറയൂ, കൊറേ ഞാൻ അമ്മമ്മോട് പറയണ്ടാട്ടാ, കുറച്ചിട്ടെങ്കിൽ വന്നാൽ. അമ്മമ്മക്ക് ഭയങ്കര ഫാൻസാണ്. അമ്മമ്മക്ക് അമ്മമ്മയുടെ ചിരി ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും അമ്മമ്മയുടെ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മ അടിപൊളിയാണ്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 2 മക്കളും അമ്മമ്മയും ഇപ്പൊ പിന്നെ വേറെ ചേച്ചിയും അനിയത്തിയും. ഇതിപ്പോ എന്താ കൺഫ്യൂഷൻ ആയാലും കൂട്ടത്തോടെ എങ്ങനെ വൈറലായിക്കണേ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് അമ്മമ്മേനോട് ഞങ്ങളുടെ ഒരു ഹായ് പറയണമെന്ന്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അമ്മമ്മ ഇനിയും കുറെ വീഡിയോയിലൊക്കെ അഭിനയിക്കണം ഇല്ലേ?
ഇനി പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഇനി വേണ്ടി വന്ന അമ്മ 2 സ്റ്റണ്ട് വരെ ചെയ്യും അല്ലേ അമ്മേ? പിന്നെ അല്ല നോക്കാം, അത് മിക്കവാറും കൂടെ നടക്കും. അതൊക്കെ ചെയ്യാം. അമ്മ പാട്ട് പാടും? ഇല്ല, പാട്ട് ഒന്നുമില്ല, പാട്ട് എനിക്ക് വേണ്ടിട്ട് അമ്മക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ അത് പറഞ്ഞേ. അതൊക്കെ പാട്ടോട് ഇഷ്ടം വേടാ, അങ്ങനെ അമ്മ ഈ പഴയ നാടകഗാനങ്ങളൊക്കെ അമ്മക്ക് ഇഷ്ടമാണ്. ഇപ്പൊ കൂടുതൽ കാണാൻ സീരിയലാണ്. ആരാ ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ ഏതാ? അത് പത്രമാറ്റി. നല്ല ഇഷ്ടം. അതിലാരും ഇഷ്ടം നയനെ. പത്രമാറ്റിലെ നയന ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ അമ്മമ്മ അതേ ഒരു ആരാധിക വിട്ടുന്നിട്ട് പറയുന്നുണ്ട്. സീരിയലുകൾ കാണാറുണ്ട്. അമ്മക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാ? ദേഷ്യം വരുന്ന ആളൊന്നല്ല. ഞാൻ പറയട്ടെ, സീരിയല് കണ്ടോണ്ടിരിക്കുമ്പോ ചാനൽ പറ്റുമ്പോ ദേഷ്യം നമുക്ക് ഇഷ്ടമുള്ള ആളെ വഴക്കൊക്കെ പറയുമ്പോ നമുക്ക് ഒത്തിരി ദേഷ്യം വരും. ഇഷ്ടമുള്ള ഇപ്പൊ ഇവരൊക്കെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മക്ക് ഇഷ്ടപ്പെടും. അതൊന്നും വരില്ല. അപ്പൊ കാണിച്ചത് അമ്മമ്മ ആരാണത്. ഇപ്പൊ ഇപ്പൊ നമ്മുടെ വിഷ്ണുവിന്റെ അമ്മയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാ അമ്മക്ക് ഇഷ്ടപ്പെട്ട? അവള് എന്ത് ചെയ്താലും ഇപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊന്നും അങ്ങനെ. അതിപ്പോ 3 ആളും അങ്ങനെ തന്നെയാ ഇഷ്ടപ്പെടാത്ത മോളാണ്. അവര് എനിക്ക് വേണ്ടിട്ടാണ്. പഠിക്കാൻ എങ്ങനെയായിരുന്നു? മോള് വലിയ നല്ലതെന്ന് പറയാനില്ല, അത്ര കുഴപ്പമൊന്നുമില്ല. ഒരു 10 വരെ പഠിച്ചു, പിന്നെ പ്രീ ഡിഗ്രി എന്തോ അങ്ങനെ 2. പഠിക്കാതിരിക്കുമ്പോ വഴക്കൊക്കെ പറയുമായിരുന്നു അത് പറയും. മക്കളൊക്കെ അറിഞ്ഞോ? നിങ്ങളൊക്കെ കുറെ ചീത്ത അവരെന്നെ പറയും, ഇവരോട് പറയും അമ്മാമ്മ ഞങ്ങളെയൊക്കെ നല്ലോണം തല്ലി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അല്ല ഇന്നത്തെ സ്ഥിതിയല്ല അന്ന്. അപ്പൊ പഠിക്കാൻ പോയിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ആഗ്രഹം. അപ്പൊ പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാ അവർക്ക് വീട്ടിലും അവരെ കൊണ്ട് ഒന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കില്ല. കാരണം അവരുടെ ഇഷ്ടത്തിന് പഠിക്കണം. എന്തായാലും ഇപ്പതേ അമ്മമ്മ വിചാരിച്ച പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നില്ലേ? അതാണ് വേണ്ടത്. എല്ലാം കഴിഞ്ഞിപ്പോ സിനിമാടിയായി, എന്ത് ചെയ്യാനാ? അപ്പൊ എന്തായാലും അടിപൊളി. ഇപ്പൊ പുറത്തേക്കൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ടോ? ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയാറുണ്ടോ അമ്മയോട്? അതെ, എന്നെ കാണുമ്പോഴേക്കും ഒരിടത്തേ അമ്മമ്മ പോണ്. കണ്ണ് ഡോക്ടറെ അടുത്ത് കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഇപ്പൊ നാള് പോയിട്ട് അവരൊക്കെ പറഞ്ഞു. ഡോക്ടർ ചോദിക്കുക അവര് സെൽഫി എടുക്കട്ടെ. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുമാരും ഒക്കെ കൂടിയിട്ട് 2-3 ആളാണ് സെൽഫി എടുത്തു. അങ്ങനെയൊക്കെ ഞാൻ വന്നപ്പോ ഇവരോടൊക്കെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ എടുത്തു. പിന്നെ ഇവിടെ ഇത് ചെയ്യാൻ പോയി, ഷുഗർ നോക്കാൻ പോയി. അവിടെ ചെന്നപ്പോ അവര് മൊത്തത്തില് സന്തോഷമായി. അടിപൊളി. അപ്പൊ ഇനി ഇപ്പൊ ഇതേപോലെയൊക്കെ തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ. അപ്പൊ എല്ലാവർക്കും ഒരു ആശ്വാസവാക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മൂമ്മേനെ കാണാതെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ടെൻഷനാണ്. അപ്പൊ അമ്മൂമ്മ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു അമ്മൂമ്മ. ഇനി എന്തായാലും അടുത്ത വിശേഷം ചേച്ചിനോടോ ചോദിക്കാൻ പോകുന്നത്. ഞാൻ അടുത്ത ആളെ ചേച്ചി പറട്ടെ. അപ്പൊ നമ്മുടെ ചേച്ചിയും കൂടി എത്തിയിട്ടുണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചിയല്ല, സോറി, അനീത്തിയാട്ടാ. ഞാൻ രച്ചുവിന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിക്കുന്നത്, വിഷ്ണുവിന്റെ ഭാഗത്ത് പോകുമ്പോ അനീത്തി. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമും പരിപാടികളൊക്കെ എങ്ങനെ പോകും? നന്നായി പോകുന്നു. സന്തോഷമായില്ലേ? പണ്ട് എങ്ങനെ അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു? ഞാനും ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ചേട്ടൻ പോസ്റ്റ് ചെയ്യാറില്ലേ? ഇല്ല. അതെന്താ? അല്ല, അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള ഇത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവരുടെ അഭിനയിച്ചു തുടങ്ങിയിട്ടാണ്. എന്താണ് പുറത്തിറങ്ങുമ്പോ ആൾക്കാരുടെ പ്രതികരണങ്ങൾ എന്താണ്? അങ്ങനെ വലിയ തിരിച്ചറിയലൊന്നും ഇല്ല. ഇവരുടെ പോകുമ്പോഴാണ് ആൾക്കാര് ഇതിലേക്ക് എത്തുന്നത്. ഉറപ്പായിട്ടും തിരിച്ചറിയുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാവരിലേക്കും നല്ല രീതിയിൽ ഇപ്പൊ റീച്ച് ആവുന്നുണ്ട്. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ അഭിനയിക്കുമ്പോ? ഇല്ലില്ല. കൃഷ്ണ ഉണ്ടെങ്കിൽ രച്ചുവിന് ഭയങ്കര ആശ്വാസം എന്നാ പറയുന്നത്. എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പാട്ട് പാടാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ പാട്ട് പാടാ?
ഞാൻ പാടില്ല, ഞാൻ പാടില്ല. ചേച്ചി ഉണ്ണിക്കൊക്കെ പാടാറുണ്ട്, ഞാൻ പാടില്ല. ഉണ്ണിക്ക് ഏത് പാട്ട് പാടിക്കൊടുക്കാറ്? പാടും പാടും പാടിക്കും. ഇപ്പൊ വിഷ്ണു നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയുന്നതാണ്. വിഷ്ണു പണ്ട് ഇപ്പൊ എല്ലാരോടും സംസാരിക്കാനൊക്കെ ഒരു നാണുള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും ഇവിടെ അടങ്ങി നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഇരിക്കൂലേ, അച്ചടക്കത്തിലിരിക്കുന്നത്. ഭയങ്കര ഞങ്ങക്ക് ഏറ്റവും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിഷ്ണുവിന്റെ സംസാരമാണ്. ഭയങ്കര രസമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ ഭയങ്കര നിഷ്കളങ്കം എന്ന് പറഞ്ഞൊരു സംസാരമാണ്. അപ്പൊ നമുക്ക് വിഷ്ണുവിനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ ഒരു കാര്യത്തിൽ വെച്ചു ഭയങ്കര ഭാഗ്യതയില്ല, ഭയങ്കര ഹാപ്പിയല്ലേ? ഭയങ്കര ഹാപ്പിയാ. അതാണ് അനീതി ഇത്രയും നന്നാക്കി ചേട്ടനെ ഇതേപോലെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയില്ല. അനീതിയുടെ പങ്ക് എന്താണ്? അനിയത്തിക്ക് പങ്കൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് അച്ഛനൊക്കെ വന്നേ. രച്ചുവാണ് ഇതുപോലെ രച്ചുവാണ് എല്ലാത്തിന്റെ ഐശ്വര്യം. എല്ലാത്തിന്റെ അങ്ങോട്ടും പറഞ്ഞത് സ്ഥിരാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു അങ്ങടും ഇങ്ങടും ഇതാണ് നാട്ടു സ്നേഹം. ഇതാണ് അമ്മമ്മ ഓടുന്നത് എന്റെ പേര് ഇഷ്ടം. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ മൊത്തത്തിൽ ഹാപ്പി അല്ലേ? എല്ലാം കൊണ്ടും പിന്നെയും തുടർന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഉണ്ടാവും. ഓക്കെ, അടിപൊളി. എന്താണ് ഇവരുടെ വീഡിയോനെ കുറിച്ച് ഒന്നും കൂടി പറഞ്ഞേ, മൊത്തത്തിൽ പറഞ്ഞേ, ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൂപ്പറാണ്. രച്ചുവിന്റെ അഭിനയം കാണാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. അവള് ചിരിക്കണതും കരയണതും മോളിടണതും എല്ലാം ഇഷ്ടം. രച്ചു സൂപ്പറാണ്. ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാ ഈ കൂട്ടത്തില്? ചേട്ടനാണ് കുറച്ചുകൂടെ ടേക്കുകൾ സ്വാഭാവികം. ഞാൻ ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ചേട്ടന് പെർഫെക്ഷൻ വേണം, ഭയങ്കര പെർഫെക്ഷൻ. ആ 100% എത്തിയാലാണ് അത് ചെയ്യുള്ളൂ. ഇനി ചിലപ്പോ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാവും തെറ്റുകളൊക്കെ കാണാം. എഡിറ്റും കാര്യങ്ങളൊക്കെ ചേട്ടനാ ചെയ്യാ. അപ്പൊ നമ്മൾ എല്ലാതും ചെയ്ത് വന്നിട്ട് ചിലപ്പോ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാ കോസ്റ്റ്യൂം ഒക്കെ വീണ്ടും ചേട്ടന്റെ ഭാഗം മാത്രല്ല, ഇപ്പൊ ഞങ്ങളുടെ ഭാഗമാണെങ്കിലും തെറ്റ് തോന്നിയാ ഞങ്ങളെ കൊണ്ട് നല്ലൊരു ഡയറക്ടറും കൂടിയാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പൊ ഇതിനോടൊക്കെ ഭയങ്കര അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കൃഷ്ണയും കൃഷ്ണയുടെ ഹസ്ബൻഡും എല്ലാവർക്കും ഇതില് പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ടീം വർക്കാണ് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം വരുന്നത്. തുടർന്ന് മുമ്പോട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അപ്പൊ വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് രണ്ടുപേരും അടുത്ത അപ്ഡേഷൻ എന്താണ്? എനിക്ക് ഇപ്പോഴുള്ള ഒരു ഇതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ തന്നെ പോകാനാണ് കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതേപോലെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തങ്ങ് പോയാൽ മതി. അപ്പൊ ഓക്കെ, അടിപൊളിയായിട്ട് ഇതുപോലെ പോവാ. ഇനിയിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ട് വിശേഷങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. ആൾക്കാർ സജഷൻസ് തരാറുണ്ടോ? ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ കാര്യം പറയാറുണ്ടോ? നേരിട്ട് കാണുമ്പോൾ പറയാറില്ല, പക്ഷെ കമന്റിലൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് അങ്ങനെ നല്ലതാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾ ചെയ്യണം, എന്തായാലും ചെയ്യണം. എന്താ പറയാ, അതിനുള്ള എല്ലാ ക്വാളിറ്റിയും എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും നിൽക്കുന്നു. ആളുകളെല്ലാം എല്ലാവരും ഒരു 99% അല്ല 100% പോസിറ്റീവ് കമന്റ് ആയിട്ട് വരാൻ കാരണം നിങ്ങളുടെ ജെന്യൂനിറ്റി തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുക, ഒരുപാട് മറ്റേ TV പ്രോഗ്രാമുകളും എല്ലാം കിട്ടട്ടെ, ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ മുകളിലേക്ക് പോട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും. എന്തായാലും അമ്മമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും നിങ്ങളുടെ ബാക്കിലുള്ള നിങ്ങളുടെ എല്ലാ ടീമിനും എല്ലാവർക്കും ഒരുപാട് ആശംസകൾ ഞങ്ങൾ നേരെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഷോയിൽ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിന് എല്ലാത്തിനും ഒരുപാട് സന്തോഷം, ഒരുപാട് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ വീട്ടുകാർ ഇവിടെ എൻ്റെ വീട്ടില് അത്ര സപ്പോർട്ടാണ് എല്ലാവരും. ഇപ്പോൾ അമ്മ എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇടാൻ പറ്റണത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് സംസാരിക്കണം, ഇതൊക്കെ നന്നായി ഇടുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇതുപോലെ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന എല്ലാം ഈ ഫാമിലിക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു.